ശിവഗീത 4-ാം അധ്യായത്തിലെ ശ്രീരാമചന്ദ്രൻ്റെ വിരജാദീക്ഷയുടെ അവസാന ഭാഗത്തിലേക്കാണ് നാം പ്രവേശിച്ചത്. ദിവ്യമായ ശബ്ദം കേട്ടപ്പോൾ, ദിവ്യമായ നാദത്തിൻ്റെ ശക്തിവിശേഷം അറിഞ്ഞപ്പോൾ, അതേപോലെ ദിവ്യമായ ആ പ്രകാശധാര കണ്ടപ്പോൾ രാമൻ വിഭ്രമചിത്തനായിപ്പോയി. അദ്ദേഹത്തിൻ്റെ കണ്ണുകളിൽ ഇരുട്ട് പടർന്നു. ശരിക്കും സംഭ്രാന്തചിത്തനായ രാമൻ അപ്പോൾ വിചാരിക്കുകയാണ്, ഇത് രാക്ഷസീയ ശക്തി കൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് എന്ന്. ഒരു നിമിഷം രാമൻ്റെ ബോധം തെറ്റിദ്ധാരണയിലേക്ക് വഴുതി വീണു. ഈ മഹാനാദവും ഈ മഹാപ്രകാശവും അത് രാക്ഷസീയ ശക്തി കൊണ്ടുണ്ടായതാണ് എന്ന് അദ്ദേഹത്തിന് ഒരു ഭ്രമം തോന്നി. ഉടനെ തന്നെ അദ്ദേഹം വില്ല് കുലച്ചു. എന്നിട്ട് തൻ്റെ കയ്യിലുള്ള ദിവ്യായുധങ്ങൾ എല്ലാം തന്നെ ഒന്നൊന്നായി, ആഗ്നേയാസ്ത്രം, വരുണാസ്ത്രം, വിഷ്ണുചക്രം, മഹാചക്രം, കാലചക്രം, രൗദ്രം തുടങ്ങിയ എല്ലാ മഹാദിവ്യാസ്ത്രങ്ങളും മന്ത്രങ്ങൾ ഉച്ചരിച്ചുകൊണ്ട് അദ്ദേഹം തൊടുത്തുവിട്ടു. പക്ഷെ ഓരോ അസ്ത്രവും ആ പ്രകാശത്തിൻ്റെ മഹാപ്രകാശത്തിൻ്റെ ഉള്ളിൽ വിലയം പ്രാപിച്ച് ലയിച്ചു ചേരുകയാണ് ഉണ്ടായത്. ഇത് കണ്ടപ്പോൾ രാമൻ അത്ഭുതവും ഭയവും വീണ്ടും ഉണ്ടായി. തൻ്റെ അസ്ത്രങ്ങളെല്ലാം തന്നെ ഒന്നൊന്നായി ആകാശത്തിലെ രശ്മിയിൽ ലയിച്ചു ചേരുന്നത് കണ്ടപ്പോൾ തൻ്റെ ശക്തിവിശേഷം ചോർന്നു പോകുന്നതായിട്ട് രാമന് തോന്നി. തൻ്റെ ദിവ്യായുധങ്ങളുടെ ശക്തികളെല്ലാം തന്നെ ആകാശത്തിലെ ആ പ്രകാശധാരയിൽ ലയിച്ചു ചേരുന്നതായിട്ട് രാമൻ അനുഭവപ്പെട്ടു. രാമൻ വല്ലാതെ ഭയചകിതനായി. അദ്ദേഹം കൈകൾ തളർന്ന്, വിരലുകൾ അനക്കമറ്റ് അനുഭവത്തിലൂടെ കടന്നുപോയി. അങ്ങനെ കൈകൾ തളർന്ന് വിരലുകൾ നിശ്ചലമായപ്പോൾ അദ്ദേഹത്തിൻ്റെ കയ്യിൽ ധരിച്ചിരുന്ന ആ വില്ല്, ശ്രേഷ്ഠമായ വില്ല്, തേജസ്വിയായ വില്ല് നേരെ താഴെ ഭൂമിയിലേക്ക് വീണു. ഇത് കണ്ട് ലക്ഷ്മണൻ ഭയചകിതനാകുകയും അദ്ദേഹം മോഹാത്സ്യപ്പെട്ട് നിലത്ത് വീഴുകയും ചെയ്തു. രാമന് തൻ്റെ ശക്തിവിശേഷങ്ങൾ അത്രയും ചോർന്നു പോയ അനുഭവം ഉണ്ടായപ്പോൾ എല്ലാ ദിവ്യായുധങ്ങളും പ്രകാശധാരയിൽ ലയിച്ചു ചേർന്ന് കഴിഞ്ഞപ്പോൾ താൻ ഒന്നുമില്ലാത്തൊരവസ്ഥയിലേക്ക് രാമൻ മാറി. ഇത് രാമനിലുള്ള അഹത്തെ ഇല്ലാതാക്കി. അദ്ദേഹം രണ്ട് കൈകളും കൂപ്പിക്കൊണ്ട് ഭഗവാനിൽ ശരണം പ്രാപിച്ചു. ശിവഭഗവാനിൽ ശരണം പ്രാപിച്ചുകൊണ്ട് 1000 ശിവനാമങ്ങൾ ഉച്ചത്തിൽ ചൊല്ലി. അങ്ങനെ ഓരോ ശിവനാമം ചൊല്ലുമ്പോഴും ശബ്ദം കൂടി വന്നു. അങ്ങനെ അത്യുച്ചത്തിൽ രാമൻ്റെ ശിവസഹസ്രനാമം അവസാനിച്ചപ്പോഴേക്കും രാമന് യാഥാർത്ഥ്യം തിരിച്ചറിയാൻ കഴിഞ്ഞു. അദ്ദേഹത്തിലെ അഹത്തിൻ്റെ കണിക മുഴുവനും ഇല്ലാതാകുകയും യഥാർത്ഥ ബോധം പ്രകാശിച്ചു വരികയും ചെയ്തു. അങ്ങനെയുള്ളപ്പോൾ ആ പ്രകാശധാര ആകാശത്തു നിന്നിറങ്ങി രാമൻ്റെ ശരീരത്തെ മൃദുവായി തഴുകി ലക്ഷ്മണൻ്റെ മോഹാത്സ്യത്തെ മാറ്റി. ഈ അവസരത്തിൽ രാമൻ കൈകൂപ്പി തൊഴുതു നിൽക്കുമ്പോൾ മുന്നിൽ ശിവഭഗവാൻ പാർവതീദേവിയോടൊപ്പം പ്രത്യക്ഷപ്പെട്ട് മുന്നിൽ നിൽക്കുന്ന കാഴ്ചയാണ് രാമൻ കണ്ടത്. ആ രംഗം ഇവിടെ സംസ്കൃത ഭാഷയിൽ കവി ആലേഖനം ചെയ്യുകയാണ്. നമുക്കതുകൂടി നോക്കാം. അധോത്യായ മഹാവീര സർജം കൃത്വാ സ്വകം തനു അവിദ്യാനിഷിതൈർബാണൈർദിവ്യ വൈരഭീമന്ത്രിതൈ ആഗ്നേയ വരുണ സൗമ്യ മോഹന
സൗരപാവക വിഷ്ണുചക്ര മഹാചക്ര കാലചക്ര വൈഷ്ണവം രൗദ്രം പാശുപദം ബ്രഹ്മകൗബേരം ഭാർഗവാദി ബഹുആയുധം പ്രയുക്തരാഘവ തതഃ ക്ഷണേന ജ്വാലാ ധനുസ്തസ്യ കരായുധം തത് ലക്ഷ്മണോ ഭീതപാപത ഭൂവി മൂർച്ഛിത അതഃ കിങ്കരേ രുദ്രോ ജാനുദ്വയ ഭയമവനീം ഗത. ഇതാണ് ശിവഗീതയിലെ ആ വചനങ്ങൾ. അപ്പോൾ ഇതിലൂടെ ഒരു കാര്യം നാം മനസ്സിലാക്കുന്നു, അതായത് രാമനിൽ അഹത്തിൻ്റെ കണിക ബാക്കിയുണ്ടായിരുന്നു. അതുകൊണ്ടാണ് രാമൻ ഈ മഹാനാദത്തെയും ഈ മഹാവെളിച്ചത്തെയും തിരിച്ചറിയാതെ പോയത്. അത് രാക്ഷസീയ ശക്തിയാണ് എന്ന് അദ്ദേഹത്തിന് തോന്നിയത്. അത് മായയുടെ ശക്തി കൊണ്ടാണ്. രാമനിലുള്ള ആ അഹം പ്രവർത്തിച്ച മായ കൊണ്ട് അദ്ദേഹത്തിന് ഈ ഈശ്വരീയ ശക്തിയെ കാണാൻ കഴിയാതെ പോവുകയും അത് മായാശക്തിയാണ് എന്ന് തെറ്റിദ്ധരിക്കുകയും ചെയ്തത്. ഈ മായാശക്തി മാറണമെങ്കിൽ രാമൻ്റെ ഉള്ളിലുള്ള അഹത്തിൻ്റെ അവസാനത്തെ കണികയും കൊഴിഞ്ഞു വീഴണം. നാം ശിവഗീതയിൽ ആദ്യം കാണുന്നത് രാമനെ കാണുന്നത് സീതാദുഃഖത്തിൽ വിലപിച്ച് ദണ്ഡകാരണ്യത്തിൽ വേദനിച്ച് സമചിത്തത നഷ്ടപ്പെട്ട് ദുഃഖിതനായ രാമനെയാണ് നാം കാണുന്നത്. അവിടേക്കാണ് അഗസ്ത്യ മഹാമുനി രാമനെ ദർശിച്ചിട്ട് രാമന് വിരജാദീക്ഷ ഉപദേശിച്ചു കൊടുക്കുന്നത് നാം കണ്ടു. അപ്പോൾ അവിടേക്ക് രാമനിൽ അഹം നിറഞ്ഞു നിന്നിരുന്നു, മായ നിറഞ്ഞു നിന്നിരുന്നു. അതുകൊണ്ടാണ് രാമന് തൻ്റെ യാഥാർത്ഥ്യം തിരിച്ചറിയാതെ ദുഃഖത്തിൻ്റെ ആ അഗാധതയിൽ വീണുപോയത്. ഇവിടെയും രാമനിൽ ഈ അഹം പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു. അവസാന നിമിഷവും രാമനിൽ അഹം പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ആ അഹത്തിൻ്റെ കണിക കൊഴിഞ്ഞു വീഴാത്തത് കൊണ്ടാണ് രാമന് ഈ ദിവ്യമായ ശക്തിവിശേഷങ്ങൾ രാക്ഷസീയ ശക്തിയാണ് എന്ന് തോന്നിയത്. ഇവിടെ നാം ഒരു കാര്യം ഓർക്കുക, ശക്തിയുടെ രണ്ട് തലങ്ങൾ, അതായത് പോസിറ്റീവ് തലവും നെഗറ്റീവ് തലവും ഒരുപോലെ ഇരിക്കും. രാമനിലെ അഹം മാറാത്തത് കൊണ്ടാണ്, ആ രാമനിലെ ആ മായ ഉള്ളത് കൊണ്ടാണ് രാമന് ഇത് രാക്ഷസീയ ശക്തിയാണ് എന്ന് തോന്നി അമ്പ് തൊടുത്തത്. പക്ഷേ ദിവ്യാസ്ത്രങ്ങളെല്ലാം തന്നെ പരാജയപ്പെട്ടു കഴിഞ്ഞപ്പോൾ രാമനിലെ ആ അഹംഭാവം, അതായത് തൻ്റെ ശക്തിവിശേഷം ഒന്നുമല്ല എന്ന് രാമൻ തിരിച്ചറിയുന്ന നിമിഷം, അദ്ദേഹത്തിൻ്റെ അഹം പൂർണ്ണമായും ഇല്ലാതെ പോയ ആ നിമിഷത്തിൽ രാമനിൽ ബോധം നിറയുകയും ആ ബോധസ്വരൂപനായ രാമൻ ഉടനെ തന്നെ കണ്ണുകളടച്ച് 1000 ശിവനാമങ്ങൾ അത്യുച്ചത്തിൽ ജപിക്കാൻ തുടങ്ങുകയും ചെയ്തു. രാമൻ തിരിച്ചറിയുകയാണ്, ബോധം കൊണ്ട് തിരിച്ചറിയുകയാണ്. ആ തിരിച്ചറിവിലാണ് രാമൻ മനസ്സിലാക്കുന്നത് 1000 ശിവനാമങ്ങൾ വീണ്ടും ജപിക്കണമെന്ന്. അങ്ങനെ 1000 ശിവനാമങ്ങൾ അത്യുച്ചത്തിൽ, ഓരോ നാമവും ഉച്ചത്തിൽ ജപിച്ച് അവസാനത്തെ നാമവും ഉച്ചരിച്ചപ്പോൾ അദ്ദേഹം കണ്ണ് തുറന്നപ്പോൾ കാണുന്നത് ശിവപാർവതിമാരെയാണ്, മഹാദേവനെയാണ് കാണുന്നത്. അപ്പോൾ മാത്രമേ രാമന് ആ ദിവ്യമായ നാദത്തിൻ്റെയും ആ ദിവ്യമായ പ്രകാശത്തിൻ്റെയും പൊരുളിലേക്ക് എത്തിച്ചേരാൻ പറ്റിയത്. ആ സമയം കവി പറയുന്നുണ്ട്, ആകാശത്തു നിന്ന് ആ ദിവ്യ തേജസ് താഴേക്ക് ഇറങ്ങി വരികയും രാമനെ തലോടുകയും ചെയ്തു എന്നാണ് പറയുന്നത്. അങ്ങനെ രാമൻ്റെ മനസ്സിലെ ആ അഹം പൂർണ്ണമായി ഇല്ലാതാക്കാൻ ഭഗവാൻ ശിവൻ കളിച്ച ഒരു കളിയായിരുന്നു ഈ നാടകം. സത്യം പറഞ്ഞാൽ രാമനും ഈശ്വരൻ തന്നെയാണ്. പക്ഷേ രാമൻ മനുഷ്യനായിട്ടാണ് അവതരിച്ചത്. അതുകൊണ്ട് മനുഷ്യൻ്റെ ഭാവവികാരങ്ങളെല്ലാം തന്നെ രാമൻ അഭിനയിക്കുകയാണ് ചെയ്തത്. അപ്പോൾ രാമൻ്റെ
ദൗർബല്യമായിട്ടല്ല നമ്മൾ കാണേണ്ടത്, മറിച്ച് രാമൻ മനുഷ്യനായപ്പോൾ മനുഷ്യനുണ്ടാകുന്ന ആ മായയ്ക്ക് അധീനപ്പെടുമ്പോൾ ഉണ്ടാകുന്ന ആ അനുഭവങ്ങളെയാണ് രാമൻ ഇവിടെ നമുക്ക് വേണ്ടി ചിത്രീകരിക്കുന്നത്. അപ്പോൾ രാമൻ നാടകത്തിൽ അഭിനയിച്ച ഒരു നാടക രംഗമാണിത്. എന്തിനു വേണ്ടി? നമ്മളെ പഠിപ്പിക്കാൻ വേണ്ടി. നമ്മൾ അഹം നിറഞ്ഞവരാണ്. ആ അഹം നിറഞ്ഞിരിക്കുന്നിടത്തോളം കാലം നാം മായയ്ക്ക് വിധേയരാണ്. ദുഃഖങ്ങളും ദുരിതങ്ങളും നമ്മെ വേട്ടയാടിക്കൊണ്ടിരിക്കും. ആ ദുഃഖങ്ങളും ദുരിതങ്ങളും ഇല്ലാതാക്കി യഥാർത്ഥ ഈശ്വര ദർശനം കിട്ടണമെങ്കിൽ നമ്മിലെ അഹം പൂർണ്ണമായും കൊഴിഞ്ഞു വീണം. ഇവിടെ രാമൻ തൻ്റെ ദിവ്യാസ്ത്രങ്ങൾ തൊടുത്തതെല്ലാം ആ പ്രകാശത്തിൻ്റെ അലൗകിക മേഖലയിൽ അലിഞ്ഞലിഞ്ഞില്ലാതെ പോയപ്പോൾ രാമൻ്റെ ശക്തി മുഴുവനും വളരെ ഇല്ല എന്നുള്ള ബോധ്യം രാമന് ബോധ്യപ്പെടുകയാണ്. അപ്പോൾ രാമൻ്റെ അഹത്തിന് രാമൻ്റെ അഹത്തിൻ്റെ അവസാനത്തെ കണികയും കൊഴിഞ്ഞു വീണപ്പോഴാണ് രാമന് വീണ്ടും ആ 1000 ശിവനാമങ്ങൾ വീണ്ടും ഉച്ചത്തിൽ ചൊല്ലാൻ തോന്നിയത്. ഇതാണ് ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇത് മനുഷ്യനെ പഠിപ്പിക്കാൻ വേണ്ടി രാമൻ അഭിനയിച്ച ഒരു നാടകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രംഗമായിട്ട് നാം ഇതിനെ കാണുന്നു. ഓം ശിവായ നമഃ.